ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീൻ പെപ്പേഴ്സ് ചാനലിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന റെസിപ്പി ഇടിഞ്ചക്ക തോരൻ. അപ്പോൾ അതിനായിട്ട് ഞാൻ ഇവിടെ ഒരു ഇടിഞ്ചക്ക എടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ഒരു ചക്കയോളം വരും. ഇത് നല്ലോണം ഒന്ന് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. അത് ഒരു ബൗള് ഇടിഞ്ചക്ക. പിന്നെ തോരനല്ലേ, അപ്പോൾ തോരൻ ആവശ്യമുള്ള നമ്മൾ ചതയ്ക്കാൻ ആവശ്യമുള്ള ചേരുവകൾ: തേങ്ങ 1 കപ്പ്, കുറച്ച് മഞ്ഞൾപ്പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 1-1.5 ടീസ്പൂണോളം മുളക് പൊടി. ഇത്രയാണ് നമുക്ക് ചതയ്ക്കാൻ ആവശ്യമുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഞാൻ ഈ ഇതിപ്പോൾ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്ന ഇടിഞ്ചക്കയാണ്. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് തോരൻ്റെ പരുവത്തിൽ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. അപ്പോൾ ക്രഷ് ചെയ്ത് കഴിയുമ്പോൾ ഇതെങ്ങനെയുണ്ടെന്ന് കാണിക്കാം. ഇതിപ്പോൾ ഞാൻ നല്ലോണം നമ്മുടെ ഇടിഞ്ചക്ക ഒന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. വേറൊന്നുമല്ല, ഞാൻ ആ ചോപ്ഡ് പീസസ് ഉണ്ടല്ലോ, അതൊന്ന് മിക്സിയിലിട്ട് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തു. അപ്പോൾ ഇതിപ്പോൾ ക്രഷ് ചെയ്തെടുത്തപ്പോൾ എനിക്ക് ഇത്രയും ക്വാണ്ടിറ്റി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് തോരനാണല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു പാൻ ചൂടാക്കി കടുക് പൊട്ടിക്കാം. നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഉണ്ടാക്കാനായിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കുകയാണ്. ഈ പാൻ ഇനി നല്ല ചൂടാവുമ്പോൾ അതിലേക്ക് വെളിച്ചെണ്ണയാണ് വെളിച്ചെണ്ണയിലാണ് ഈ തോരൻ ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 3 ടീസ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പാൻ ഒന്ന് നല്ലവണ്ണം ചൂടാവട്ടെ. ഇപ്പോൾ നമ്മുടെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഒന്ന് ചുറ്റിച്ചു കൊടുക്കും. ഇനി പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മൾ വെളിച്ചെണ്ണ അല്ലെങ്കിൽ ഏതെങ്കിലും എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാൻ നേരം എണ്ണ നല്ല ചൂടായതിനു ശേഷം മാത്രം കടുക് പൊട്ടിക്കുക. എന്നാൽ മാത്രമേ കടുക് നല്ലതായിട്ട് പൊട്ടി വരൂ. നമ്മുടെ പാൻ നല്ല ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കടുക് പൊട്ടിക്കുകയാണ്. നമുക്ക് കടുക് പൊട്ടുന്ന ആ ഒരു ശബ്ദം ഇതിൽ കേൾക്കാൻ പറ്റും. അപ്പോൾ കടുക് നല്ലോണം പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി ഞാനിതിലേക്ക് ഒരു വറ്റൽമുളക് പൊട്ടിച്ച് ചേർക്കുകയാണ്. നാടൻ വിഭവങ്ങളൊക്കെ അല്ലേ, അപ്പോൾ അതിൽ നമുക്ക് എപ്പോഴും നമ്മൾ നാടൻ വിഭവങ്ങളൊക്കെ തയ്യാറാക്കുമ്പോൾ അതിൽ ഒരു കടുക് പൊട്ടിക്കുമ്പോൾ ഒരു വറ്റൽമുളക് കൂടെ ചേർക്കുന്നത് നല്ലതും ആ കടുകിൻ്റെയും ഒരു ഫ്ലേവർ വേണം. ഇനി ഞാൻ ഇതിലേക്ക് ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന ഇടിഞ്ചക്ക ഇടുകയാണ്. നമ്മുടെ ചെമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ ഈ തോരൻ ഉണ്ടാക്കി കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഇനി ഇത് നല്ലോണം ഇതിപ്പോൾ നോൺ സ്റ്റിക്ക് പാനല്ലേ, അപ്പം ഞാൻ ഇതിലേക്ക് നോൺ സ്റ്റിക്ക് പാറ്റില ഉപയോഗിച്ച് നല്ലോണം ഇളക്കി കൊടുക്കണം. ഇത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ തോരൻ ഉണ്ടാക്കി കഴിയുമ്പോൾ ഇതിനൊരു എന്താ പറയുക, ഒരു ഇറച്ചി, നമ്മൾ ഈ ചിക്കൻ തോരനൊക്കെ വയ്ക്കുമല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ഫ്ലഷി ആയിട്ടുള്ള ഒരു ഇതാണ് ഈ ഇടിഞ്ചക്ക എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളത് തോരൻ കഴിക്കുമ്പോൾ ആ ഒരു നോൺ വെജൊക്കെ തോരൻ വെച്ച് കഴിക്കില്ലേ, ഇങ്ങനെ മിക്സ് ചെയ്ത് ചിക്കനൊക്കെ ഇങ്ങനെ തോരൻ വെച്ചാൽ എങ്ങനെ ആയിരിക്കും, അതിൻ്റെ ഒരു ടേസ്റ്റാണ്. ഇനി ഇത് ചക്ക ഒന്ന് ചൂടാകുമ്പോഴത്തേനും കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഉപ്പ് വിതറി കൊടുക്കുക, ആവശ്യത്തിനുള്ള ഉപ്പ്. ചക്ക വേവാൻ ആവശ്യത്തിന് ശകലം വെള്ളവും കൂടെ ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. വെള്ളം ഒരുപാട് കൂടി പോകേണ്ട കാര്യമില്ല, കാരണം ഇടിഞ്ചക്കയ്ക്കൊക്കെ വേവ് കുറവാണ്. അപ്പം വെള്ളം ഒന്ന് തളിച്ചു കൊടുത്താൽ മതി. നമ്മുടെ ഈ ക്യാബേജ് തോരനൊക്കെ നമ്മൾ തയ്യാറാക്കുമ്പോൾ വെള്ളം ഇറ്റിച്ചു കൊടുക്കുകയല്ലേ ചെയ്യുക, അതുപോലെ. ഇനി ഞാനിത് അടപ്പ് വെച്ച് മൂടി വെച്ച് ഒന്ന് വേവിച്ചെടുക്കും. ഒരു കാര്യവും കൂടെ ശ്രദ്ധിക്കാനുണ്ട്. ഇപ്പോൾ തോരനൊക്കെ തയ്യാറാക്കുമ്പോൾ കുറച്ച് കറിവേപ്പില കുറച്ചധികം ചേർക്കുകയാണെങ്കിൽ തോരന് നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇപ്പോൾ എൻ്റെ കയ്യിൽ കറിവേപ്പില
അവൈലബിൾ അല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാനിതിൽ കറിവേപ്പില ചേർക്കാത്തത്. കടുക് പൊട്ടിക്കുന്ന സമയത്ത് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് വേണം തോരൻ നല്ല രീതിയിലൊന്ന് പുലർത്തിയെടുക്കാൻ. ഇനി നമുക്ക് തോരന് ആവശ്യമുള്ള തേങ്ങയുടെ അരപ്പ് ചതച്ചെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിൽ തോരനുള്ള ഇൻഗ്രീഡിയൻസ് ചതച്ചെടുക്കാൻ പോവുകയാണ്. അപ്പം ഈ ജാറിലേക്ക് ആദ്യം ശകലം ജീരകം ഇട്ട് കൊടുക്കുക. പിന്നെ കുറച്ച് വെളുത്തുള്ളിയുടെ കഷ്ണങ്ങളൊന്ന് മുറിച്ചിട്ട് കൊടുക്കുക. ഈ സമയത്ത് നമുക്ക് കറിവേപ്പില ആഡ് ചെയ്യാവുന്നതാണ്. ഇത് വെച്ചിരിക്കുന്ന മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും തേങ്ങ തിരികിയതും കൂടെ ചേർക്കുക. അപ്പോൾ ഇവിടെ ഇപ്പം തേങ്ങയുടെ കൂട്ട് നമ്മൾ മിക്സിയിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ തേങ്ങയുടെ കൂട്ട് നല്ലവണ്ണം ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക ഒന്ന് നോക്കട്ടെ, വേവ് നോക്കട്ടെ. ഇപ്പോൾ ചക്കയൊന്ന് നല്ലോണം ഒന്ന് ചെറുതായിട്ട് ചൂടായി ചക്കയൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരുന്ന തേങ്ങാക്കൂട്ട് ഇതിലേക്ക് ചേർക്കാം. ഇപ്പോൾ നല്ല ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ആ തേങ്ങയുടെ കൂട്ടുകൂടെ ചേർക്കാം. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് നമ്മുടെ തേങ്ങ ചതച്ച് വെച്ചിരിക്കുന്നത് ചേർക്കുകയാണ്. ജീരകം, മഞ്ഞൾപ്പൊടി, മുളക് പൊടി, 2-3 അല്ലി വെളുത്തുള്ളി, തേങ്ങ തിരികിയത്, ഇത്രയും കൂടെ ഒന്ന് ചതച്ച് വെച്ചിരിക്കുന്നത് ഇതിലേക്ക് ചേർക്കുകയാണ്. ഇനി ഇത് നല്ലോണം ഒന്ന് ഡ്രൈ ആക്കി എടുക്കണം. ആവശ്യത്തിനുള്ള ഉപ്പും ചേർക്കണം. ഇപ്പോൾ നമ്മുടെ ഇടിഞ്ചക്ക തോരൻ ഏകദേശം റെഡിയായി വന്നിട്ടുണ്ട്. നല്ലവണ്ണം ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതൊന്ന് ഇച്ചിരി കൂടെ നല്ലവണ്ണം ഒന്ന് വരട്ടി എടുക്കുക. ഇതിപ്പോൾ ഈ ചക്കയുടെ സീസണൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ഇടിഞ്ചക്കയൊക്കെ വെച്ച് ഇതുപോലൊരു തോരനൊക്കെ ഉണ്ടാക്കി കഴിക്കുകയാണെങ്കിൽ ചൂട് ചെമ്പാവരി ചോറിൻ്റെ കൂടെയൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാവർക്കും ഈ ചക്കയൊക്കെ ഇഷ്ടമുള്ളവർക്കും അല്ലാത്തവർക്കും ഒക്കെ നല്ല ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഒരു തോരനാണ്. ഇപ്പോൾ ഞാൻ ആദ്യം ചക്ക വേവിക്കാൻ നേരത്ത് കുറച്ച് ഉപ്പിട്ടിരുന്നു. ഇനി ഞാൻ ഉപ്പൊന്ന് നോക്കിക്കോട്ടെ. ആവശ്യത്തിനുള്ള ഉപ്പുണ്ട്. നല്ല ഡ്രൈ ആയിട്ടുള്ള ഇടിഞ്ചക്ക തോരൻ അല്ലെങ്കിൽ ടെൻഡർ ജാക്ക് ഫ്രൂട്ട് തോരൻ ഇവിടെ തയ്യാറായിട്ടുണ്ട്. നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും എൻ്റെ ചാനലിൽ എന്നെ അറിയിക്കുക. ഈ ചാനൽ ദയവായി ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡുമായിട്ട് വരുന്നത് വരേക്കും നിങ്ങൾക്ക് എല്ലാവർക്കും ഗുഡ് ബൈ. താങ്ക് യു.